എന്നാ പരിപാടി? ഇന്ന് സച്ചിൻ്റെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അത് കൂടാണ്ട് കുട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ നമുക്ക് 2 കേക്ക് മേടിക്കണം. നമ്മൾ അടിച്ച് കൊടുക്കും. എന്നെ മേടിക്കണം അമ്മമാരെ കൊണ്ട്. പിന്നെ കേക്ക് സാധനമെല്ലാം നമ്മൾ മേടിക്കുന്നുണ്ട്. മദ്യം മേടിക്കണം. മദ്യം മുഖ്യം വീട്ടിലെ അവന്മാരെ കൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതെ, ഞങ്ങൾ കേക്ക് മേടിക്കും. 2 കേക്ക് മേടിക്കാറുണ്ട്. ഇപ്പോൾ 1 കേക്ക് ഇപ്പോൾ എഴുതിച്ചിട്ടുണ്ട്. 2ാമത്തെ കേക്ക് വന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ കാര്യം മൊത്തം അവരാണ്. അതാണ് നിയമം. മുള്ളംകൊല്ലിയുടെ നിയമം അങ്ങനെ ആയിരിക്കും. ബാക്കി എന്തായാലും കുക്ക് കുടിച്ചിട്ടാണ്. എടാ, പരിപാടി തുടങ്ങണതിന് മുമ്പ് അടിക്കാൻ നിന്റെ കാരാ പറഞ്ഞ കേക്ക് മുറിക്കണം. നിന്റെ ബർത്ത്ഡേ ആണോ? അവൻ ആദ്യം പരിപാടി തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് അടി തുടങ്ങി. ഇതിന്റെ ഇന്ന് നമ്മൾ കുട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ മിശ്രിതം ഉണ്ടാകാൻ അടിക്കുന്നത്. നിയമപരമായിട്ടുള്ള അവിടെ വന്നിട്ട് ക്യാമറയിൽ ഉൾപ്പെടുത്തും കേട്ടോ. അങ്ങോട്ട് മാറി എങ്ങനെയുണ്ട്? എങ്ങനെയാ? പോലീസാണ്. നമുക്കത് കേക്ക് മുറിക്കാം. നീ എന്താ ഏറെ പിടിച്ച് നടക്കണം? താങ്കളുടെ വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? 7 വർഷമായി. വളരെ നല്ല ഒരു ഇതാണ്. ഇല്ല 7 വർഷമായിട്ട് അവൻ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നതാണ്. അവനവന്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ 2 വാക്കിൽ കഴിയാൻ ഇത് ഒരു വളരെ നല്ല ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭാര്യയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്റെ പൊന്നേ, ഭയങ്കര വീടിന്റെ ഇടിവളല്ലേ. നീയൊക്കെ ജിമ്മിപ്പോയതല്ല സൈഡായിട്ടിരിക്കുക, ബാക്കിയുള്ളവരുടെ അതിലുള്ള ആരോഗ്യമില്ല. അപ്പൊ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എനിക്കും എന്റെ ഭാര്യക്കും ഹാപ്പി ആനിവേഴ്സറി. കൊണ്ടുപോയത് നിങ്ങൾ ഇനി പരസ്പരം ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് പാടാൻ അറിയാം. അപ്പൊ ഇനിയും തുടർന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് ആശീർവദിക്കുന്നു. ജീവിതം മുന്നോട്ട് പോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും കട്ടിയായിട്ട് ഇവിടെ മേടിച്ചു വെച്ചാണ്. ഇതിൽ ചിലവന്മാര് കള്ളന്മാരുണ്ട്. ഇതിൽ ചിലവന്മാര് കള്ളന്മാരുണ്ട്. കള്ള ഒഴിക്കാതിരിക്കാനായിട്ട് അത് ഈ പെൺമേഷർ മേടിച്ചത്. ഞാൻ ഒറ്റക്കടിക്കണമല്ല, നിന്റെ പെണ്ണുമ്പിള്ളയല്ലടാ ഇത് മേടിച്ചത്. അത് നിന്നെ പേടിച്ചിട്ടല്ലേ കള്ളൻ. ഞങ്ങള് വെറുതെ നിക്കണേ. എടാ, കപ്പരിയാൻ എന്താ കപ്പരിയാൻ ആൾക്ക് എന്തെങ്കിലും ചെറുതുണ്ടായിരുന്ന വെട്ടിക്കടിച്ചു വെച്ചേക്കും. വിശന്നിട്ടാ മുതലാളി. 2 പേര് കള്ള് കെട്ട് കുടിക്കണ്ട്. നമുക്ക് അവന്മാരെ പിടിക്കാൻ കേട്ടോ. എടാ, ഇത് കഴിഞ്ഞിട്ട് കുടിച്ചാ പോരെ? അങ്ങനെയാണെ ഓക്കെയാണ്. എന്നാ എനിക്ക് പറഞ്ഞ അല്ല, ജ്യൂസല്ല, അത് വെള്ളമല്ലേ. ആളാണ്. നിനക്കെന്നാ പറയാനുള്ള അതിനകത്ത്?
നമ്മുടെ ചെക്കൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളെല്ലാം കൂടെ ആഘോഷിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറെ അതിനും അതിനത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അതിൻ്റെ ചെറിയൊരു ആഘോഷമാണ്. താങ്ക് യു. ഇത് ഞങ്ങളുടെ മൂത്ത ചേട്ടനാട്ടാ. ഇതാണ് പ്രവീണ്. എന്തെങ്കിലും ടൈലിന്റെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ച് പുള്ളി അറേഞ്ച് ചെയ്ത് തന്നോളൂ. എവിടെ ജോലിയാണ്? ബൈക്കത്ത് പീച്ചി ബിൽഡർ ഷോപ്പിലാണ്. ടൈല് ഏറ്റവും വില കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ചാൽ മതി. പുള്ളി കറക്റ്റ് ചെയ്ത് തന്നോളൂ. നമ്പർ വേണേ ഇവിടെ കൊടുക്കാം. പറഞ്ഞ നമ്പർ പറ. 9961351429. ഇതേപോലെ പ്രമോഷൻ ആരെങ്കിലും കൊടുക്കാം. അതെ, ഇവൻ അത് വീഡിയോയിൽ വരാത്ത ഒരുത്തരാണ്. അപ്പൊ അത് ഇവന്മാര് കുടിച്ചു കഴിയുമ്പോഴേ വീഡിയോയിൽ വരുള്ളൂ. ജിത്തോ, ഇത് ഏറ്റവും ഇളയ അനിയനാണ്. ഇവൻ അഗസ്ത്യ ആശ്രമത്തിലെ തിരുമലുകാരനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നടുവ് വേന, കാല് വേന, മുട്ടുവേന, തേയ്മാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരുമാൻ വേണ്ടി ഇവരെ വിളിക്കാവുന്നേ ഉള്ളൂ. അഗസ്ത്യയിലെ നമ്പർ കൊടുക്കണം. അതെ, അഗസ്ത്യ ആളുകൾ ഞങ്ങളെ വിളിക്കുമായിരിക്കും. ഞങ്ങൾ വരുന്നതല്ല, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ബിസിയാണ്. ഇവൻ നിങ്ങൾക്ക് വീട്ടിൽ പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ വിളിക്കാം. ഇവൻ വീട്ടിൽ നല്ല കൃത്യമായിട്ട് പെയിന്റ് അടിച്ച് നിങ്ങളുടെ പണികളെല്ലാം തീർത്ത് തരും. എല്ലാ പണിയും ചെയ്യും. നീറ്റ് ആൻഡ് ഫിനിഷ് ആയിരിക്കും വീടിന്റെ പണി. പെയിന്റിങ് പണി മാത്രം. ഇപ്പം പെയിന്റിന്റെ പണിയാണ് പോണത്. പിന്നെ നമ്പർ ഫോൺ നമ്പർ പറയാം. അതെ, ഒരു വീടിന്റെ ടൈല് പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവനെ വിളിക്കാം. ഇവൻ വീടിന്റെ ടൈല് പണി ചെയ്യണതാണ്. ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നമ്പർ പറ, വിളിക്കട്ടെ. 50 രൂപ ഹെൽപ്പറായിട്ട്. അല്ല, ഇവന്മാര് വിളിയല്ലേ, എനിക്ക് പാടില്ലല്ലോ. നമ്പർ പറ. പലയിടത്തെ കാശ് കൊടുക്കട്ടെ. ലൈഫിന്റെ പേര് നിങ്ങളെ വിളിക്കാണ്. നിങ്ങൾ എത്ര രൂപ ചെയ്ത് കൊടുക്കും? ടച്ചോ ടച്ചാണെങ്കിൽ 1300 രൂപ വെച്ച് ഒരാൾക്ക് 1300 രൂപ വെച്ച് ഓടെ. ലൈഫിന്റെ പേര എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? 400-425. എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും? അത് 2 ദിവസം 3 ദിവസം മതി. അപ്പൊ അത് സ്ക്വയർ ഫീറ്റ് കൊടുക്കണതാണോ നല്ലത്? ടച്ച് കൊടുക്കണേ? സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും. ടച്ചിലാവുമ്പോഴത്തേക്ക് വൃത്തിക്കും നിലക്കുമൊക്കെ ടൈലുണ്ടാകുന്നത്. പഴങ്ങളങ്ങനെ ഒരു കാര്യം ഞാൻ എന്റെ ആധാർ കാർഡ് കൂടി പിള്ളേരെ ഉറങ്ങിയാ? ഇന്ന് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിക്കരുത്, കിടന്നുറങ്ങണം കേട്ടാ. കേട്ടല്ല, തമാശ കളിക്കരുത്. ഇന്ന് മറ്റേ നമ്മടെ ഇവിടെ ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ അല്ലേ? പിന്നെ മറ്റേ പുള്ളിയെ നഗരിയിലെ മറ്റേ രാധാമ്മയുടെ മകനെ അറിയുക? അവിടെ പ്രകാശം വെളിച്ചന്റെ മകൻ നഗരിയിലുള്ള പുള്ളി വഴി പോണപ്പോ ഇവിടെ കുപ്പിയോട്ട് കോർഗേറ്റിങ്ങനെ വെച്ചായിട്ട് പുള്ളി അങ്ങനെ കയറിയത്. ഈ പുള്ളി കണ്ട ഇതല്ലേ ഇല്ലല്ലോ അവിടെ ഇല്ല പറഞ്ഞ മൂച്ചിക്ക്. മൂച്ചി കൈ കാണിച്ചു. കണ്ട അത് പറ്റിയ തൂക്കിയാണ് പുള്ളി തൂക്കിയാണ്. പുള്ളി വേറെ ലെവലിൽ സ്കൂളിൽ ചേർത്താ എന്നാടാ? ഞാൻ മിണ്ടല്ലടാ, കേട്ടില്ലടാ എന്നാടാ? അത് അറേഞ്ച് ചെയ്യാം. ജയം തട്ടാതോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംഭവം അറേഞ്ച് ചെയ്യാം. എടാ നീ അത് ചെയ്യ്, ഞാനിവിടെ മുറിയൊക്കെ ഒഴിച്ചു വെക്കുന്നുണ്ട്. എടാ നീ വരുമ്പോഴേ എന്താ അവളെയും പിള്ളേരെയും കൊണ്ടുപോലും കേട്ടാ. അത് നമ്മളെ റൂമൊക്കെ നമ്മള് റെഡിയാക്കിയേക്കാം കേട്ടാ. ഞാനും എന്റെ അച്ഛനും അമ്മയും കൂടി മിറ്റത്തിറങ്ങിയാലും നിങ്ങൾക്ക് കിടക്കാൻ ഞാൻ ഉണ്ടാക്കിത്തരാം. നിങ്ങൾ പേടിക്കണ്ട.
എല്ലാം സെറ്റ് ആയിക്കും. പിന്നെ ഉടുക്കാനുള്ള തുണിയും ബാക്കിയുള്ള അനുസരികളൊക്കെ കൊണ്ടുപോകണം. വീട്ടിൽ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് പറ്റിയത് എത്ര മാസം? മൂന്നാമത്തതാ. എടാ ഇതെന്താ വിഷയന്നാ ഇത്? എടാ മൂന്നാമത്തെ അപ്പൊ തന്നെ അവരെ ശരിയുണ്ടോ? അപ്പൊ അങ്ങനെ കൊച്ചിയം വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടന്റെ കേക്ക് മുറിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. കുട്ടന്റെ കേക്കിന്റെ കളറ് പച്ച കേട്ടോ. ഓക്കെ, ഇതാണ് കൊച്ചിയം റൗണ്ട്. ആ തന്നെ മുഞ്ചി അത് ഉടുപ്പിടാവേ. പൊന്നെ ഹായ് ഹായ് പറഞ്ഞേ. ഹായ് 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 പറ. ഹായ് ഹായ്. എന്റെ പേര് പറഞ്ഞേ. ഞാനാരാ? വെല്ല വെല്ല. അച്ഛയുടെ കൂടെ കേക്ക് മുറിക്കാം നമുക്ക്. അച്ഛയുടെ കൂടെ കേക്ക് മുറിക്കാം. അച്ഛയുടെ പേരെന്താണ്? കുട്ടനെ വിളിച്ചേ. അപ്പുറത്തെ പേര് അച്ഛയുടെ വായ ഇച്ചിരി എടുത്ത് വെച്ച് കൊടുത്ത്. ഇച്ചിരി അച്ഛയുടെ വായ വെച്ച് കൊടുത്ത്. അച്ഛമ്മ നീ കൊടുക്കും. അച്ഛമ്മ കൊടുക്കും. ഇല്ല ചേച്ചി ചേച്ചി ഹായ് ക്രീം ഒഴിച്ച് അതെ കേക്ക് വല്ലാതെ ചീറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുട്ടന്റെയും സച്ചുവിന്റെയും വെഡിങ് ആനിവേഴ്സറിയുടെയും ബർത്ത്ഡേയും പരിപാടി ഇവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ചെറിയൊരു തെറ്റുണ്ട്. കുട്ടന്റെയും സച്ചുവിന്റെയും വെഡിങ് ആനിവേഴ്സറി അല്ല. അല്ല, കുട്ടന്റെ ബർത്ത്ഡേയും സച്ചുവിന്റെ വെഡിങ് ആനിവേഴ്സറിയും ഇവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യം കഴിക്കാതിരിക്കുക. പിന്നെ ബിവറേജ് വിൽക്കണമുണ്ട്. ഞങ്ങൾ മേടിച്ച് കുടിക്കാൻ ഞങ്ങൾ ടാക്സ് അടിച്ചിട്ട് മേടിച്ച് കുടിക്കാൻ ഞങ്ങൾ വീട്ടിൽ ഇരുന്നുണ്ട്. അതിനെ കുറിച്ച് കുറ്റം പറയാനും ആരും വരാൻ നിൽക്കണ്ട. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോ കള്ളു കുടിക്കാൻ പറ്റുന്നവർക്ക് കള്ളില്ല. പിടിപ്പോ അച്ചു കള്ളു കുടിക്കാതെ അച്ചു അപവാദം പറയുന്നോടാ. ചേച്ചി ഒരു കള്ളപ്പൊക്കെ വരുവാ. കള്ളപ്പൊക്ക ഇവിടെ പറഞ്ഞ വാക്കിനും വില വേണോടാ. നാണയില്ല. പൂക്കി 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 2K. അമ്മായി എന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയലാണ്. കച്ചപ്പ് മാത്രം നിൽക്കുന്ന സച്ചേട്ടൻ. ഈ തെണ്ടിനെ ഇവരെ കണ്ടോ? കസേരയൊക്കെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതാ ഇവൻ. കള്ളു കുടിക്കലോ ഗൈസ്, നിങ്ങളുടെ കൂടെ ഉണ്ടോ കള്ളു കുടിക്കാത്ത ടച്ച് മോഷ്ടിക്കുന്ന ആള്? കാലം കഴിയുന്ന കൈയിരിക്കണമൊക്കെ ഉള്ള ടച്ച്. ഈ കൈകളിൽ വായിൽ കൈകളിൽ വായിൽ